നമസ്കാരം. ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ നമ്മെ അലട്ടുന്നതാകുന്നു. സന്താനങ്ങൾ കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരുന്നതാകുന്നു. ചിലർക്ക് കടബാധ്യതകൾ വന്നു ചേരാം, സാമ്പത്തികമായി തടസ്സങ്ങൾ വന്നു ചേരാം, എവിടെയും അപമാനം നേരിടേണ്ടതായി വരാം, തെറ്റിദ്ധാരണ, ഇഷ്ടവിവാഹം നടക്കാതിരിക്കുക, ഇഷ്ടത്തൊഴിൽ ലഭിക്കാതെ പോവുക എന്നിങ്ങനെ ഒരു വ്യക്തി പല തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം. ഒരു ദുരിതത്തിൽ നിന്നും കരകയറുമ്പോൾ അതിലും വലുതായ തടസ്സങ്ങൾ, ദുരിതങ്ങൾ നാം ചിലപ്പോൾ അനുഭവിക്കേണ്ടതായി വരുന്നതുമാകുന്നു. എന്നിരുന്നാലും പലരും പരീക്ഷിച്ച് വിജയിച്ചതായ ഒരു ചെറിയ രഹസ്യമുണ്ട്. ഈ രഹസ്യം അറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ന്യായമായ എന്ത് കാര്യവും നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും. ലക്ഷ്യം വ്യക്തമാണ് എങ്കിൽ ഉറപ്പായിട്ടും കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. ഇത് എപ്പോൾ എങ്ങനെയാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തത്വമസി എന്ന വാക്ക് നാം ഏവർക്കും സുപരിചിതം തന്നെയാകുന്നു. തത്വമസി എന്നാൽ അത് നീ തന്നെയാകുന്നു. ദൈവം അല്ലെങ്കിൽ നാം ദിവ്യശക്തിയായി കണക്കാക്കുന്ന ശക്തി നാം തന്നെയാകുന്നു എന്നാണ് അർത്ഥം വരുന്നത്. വേദവാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരം അല്ലെങ്കിൽ പ്രശസ്തമായ ഒരു വാക്ക് തന്നെയാണ് ഇത്. ഋഗ്വേദത്തിൽ നിന്നുമാണ് ഈ വാക്ക് എടുത്തിട്ടുള്ളത്. ഇതൊരു പ്രപഞ്ച സത്യം തന്നെയാകുന്നു. നമ്മളിലെ ആത്മാവ് അത് ദൈവാംശം തന്നെയാകുന്നു. ഇതിനാലാണ് കുഞ്ഞുങ്ങളെ ദൈവമായി നാം കരുതുന്നതും അവരിൽ ഈ ശക്തി കളങ്കമില്ലാതെ തെളിഞ്ഞ് നിൽക്കുന്നതുമാണ്. എന്നാൽ നാം വളരും തോറും നമ്മളിൽ ഇവയിലെ ഈശ്വരാധീനത്തിന് കുറവ് വരുന്നു എന്നതാണ് വാസ്തവം. ഈ കാരണത്താൽ പലരിലും ഈശ്വരാധീനം കുറയുന്നതുമാണ്. കർമ്മഫലത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസത്തിൽ പ്രത്യേകമായ സമയത്ത് ഈശ്വരാധീനം, ആ ദിവ്യശക്തി നാമുമായി ബന്ധം വരുന്നതുമാകുന്നു. ഈ സമയം നാം എന്ത് തന്നെ ആഗ്രഹിച്ചാലും അത് നടക്കും. 24 മണിക്കൂറിനുള്ളിൽ നടക്കും എന്നാണ് പൊതുവിലുള്ള വിശ്വാസം. ഈ സമയം എന്ത് പറയണം എന്നും എങ്ങനെ പറയണമെന്നും ഇനി മനസ്സിലാക്കാം. ബ്രാഹ്മമുഹൂർത്തവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരം ഒരു മെഷീനിന് തുല്യമാണ്. നമ്മുടെ ശരീരം കൃത്യമായി തന്നെ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. കൃത്യമായ സമയം ഉറങ്ങുകയും ഉണരുകയും അതേപോലെ ആഹാരവും കഴിച്ചാൽ നമ്മുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കുകയും രോഗദുരിതങ്ങൾ ഒഴിയുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ഇതിനാൽ സൂര്യോദയത്തിന് മുൻപായി, അതായത് ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണരുക എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വെളുപ്പിന് 3:45 മുതൽ വെളുപ്പിന് 4:30 വരെയുള്ള സമയത്തിനുള്ളിൽ ഒരു വ്യക്തി തനിയെ ഉണരുന്നത് ഈശ്വര കടാക്ഷത്താൽ അഥവാ ഈശ്വരാനുഗ്രഹത്താലാണ് എന്നാണ് വിശ്വാസം. അവരോടൊപ്പം അവരുടെ ഇഷ്ടദേവത തന്നെ കൂടെയുണ്ട്, ഈശ്വര കടാക്ഷം കൂടെയുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. ഈ സമയം ഉണരുകയും സൂര്യാസ്തമയത്തിന് ശേഷം ഉറങ്ങുകയും നാം ചെയ്യേണ്ടതാകുന്നു. ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ 10:10 എന്ന സമയത്തിന്, അതായത് രാത്രി 10:10 എന്ന സമയത്തിന് വളരെയേറെ പ്രാധാന്യമേറുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം ഒരു വ്യക്തി ആഴത്തിൽ ഉറങ്ങുന്നതായ സമയമാണ് എന്നാണ് ഗ്രന്ഥങ്ങൾ പ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുക. ഇതിനാൽ ഇതിനു മുൻപായി തന്നെ ഏവരും ഉറങ്ങുവാൻ സാധിക്കണം അഥവാ ശ്രമിക്കണം എന്നാണ് പറയുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ ഏവർക്കും അപ്രകാരം ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. ഇനി ബ്രാഹ്മമുഹൂർത്തവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഏവർക്കും എണീക്കുവാൻ സാധിക്കണം എന്നില്ല. അത് ജീവിത സാഹചര്യത്താലാകുന്നു. എന്നിരുന്നാലും പരമാവധി ഉണരുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു 15 മിനിറ്റെങ്കിലും ഉണരുവാൻ ശ്രമിക്കുക. ശേഷം ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ഇഷ്ടദേവതയുടെ നാമം നിങ്ങൾ 3 തവണ ജപിക്കുക. അത് പരമശിവനാണ് എങ്കിൽ ഓം നമഃശിവായ എന്ന് മനസ്സിലാണ് സ്മരിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക. മനസ്സിൽ സ്മരിക്കുക.
ശ്രീകൃഷ്ണ ഭഗവാനാണ് എങ്കിൽ ഓം നമോ നാരായണായ എന്ന് 3 തവണ മനസ്സിൽ സ്മരിക്കുക. ദേവി ഭക്തരാണ് എങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്ന് 3 തവണ മനസ്സിൽ സ്മരിക്കുക. ഹനുമത് ഭക്തരാണ് നിങ്ങൾ എങ്കിൽ ഓം ഹനുമതേ നമഃ എന്ന് 3 തവണ മനസ്സിൽ പറയുക. ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ നാമം അഥവാ ആ ഇഷ്ടദേവതയുടെ മൂലമന്ത്രം മനസ്സിൽ 3 തവണ നിങ്ങൾ പറയണം. ഇങ്ങനെ മാത്രം പറയുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഭാഗ്യം, ഈശ്വരാധീനം ഇരട്ടിക്കും, തടസ്സങ്ങൾ നീങ്ങും എന്നാണ് പറയുക. ശേഷം ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിൽ തന്നെ പറയുവാൻ ശ്രമിക്കുക. കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ കടം 24 മണിക്കൂറിലോ അല്ലെങ്കിൽ 7 ദിവസത്തിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ വീട്ടിൽ തന്നതിന് നന്ദി എന്ന് പറയുക. ഇനി നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ഇഷ്ടപ്പെട്ട ജോലി 24 മണിക്കൂറിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ലഭിച്ചതിന് വളരെ നന്ദി എന്ന് പറയുക. നിങ്ങൾക്ക് നേടേണ്ടത് അഥവാ ആഗ്രഹ സാഫല്യമായി സംഭവിക്കേണ്ടത് അത് ഇപ്രകാരം പറയുക. പോസിറ്റീവായി തന്നെ ഈ കാര്യം നടന്നു എന്ന രീതിയിൽ പറയുക. ഒരു തവണ സന്തോഷത്തോടെ പറയാം. ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഉറങ്ങാവുന്നതാണ്. അഥവാ ഉറക്കം അനിവാര്യമാണ് എങ്കിൽ ഉറങ്ങാം. അതല്ല എങ്കിൽ കുളിച്ച് ശുദ്ധിയായി വിളക്ക് തെളിയിച്ച് ക്ഷേത്ര ദർശനം നടത്താം. ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുൻപും ഇപ്രകാരം അഥവാ ഇങ്ങനെ ചെയ്യുവാൻ മറക്കാതിരിക്കുക. സന്തോഷത്തോടെ തന്നെ ഇങ്ങനെ ചിന്തിച്ച് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായി തന്നെ പറയുക. ഈ സമയം നമ്മുടെ ദൈവിക അംശമായ ആത്മാവും പരമാത്മാവും തമ്മിൽ ഒരു ബന്ധം നേരിട്ട് വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. ഞാൻ പരാമർശിച്ച സമയം ഏവർക്കും ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു. 10:10 സമയം. ഈ സമയം തീർച്ചയായും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ദൈവിക അംശമായ ആത്മാവും പരമാത്മാവും തമ്മിൽ ഒരു ബന്ധം നേരിട്ട് വന്നു ചേരുന്നു. അതിനാൽ നാം ആഗ്രഹിക്കുന്നതായ കാര്യം ഉടനെ അത്ഭുതകരമായി തന്നെ നടത്തി തരിക തന്നെ ചെയ്യും എന്നാണ് പൊതുവിലുള്ള വിശ്വാസം. ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ കാര്യങ്ങൾ നടന്നു എന്ന് വരാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഫലം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഒരുപാട് പേരുടെ അനുഭവമാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. എത്ര ദുരിതത്തിലും ദൈവം നിങ്ങളെ കണ്ണടച്ച് തുറക്കും മുൻപ് കൈപിടിച്ചുയർത്തുന്നതിനുള്ള രഹസ്യ വഴി എന്ന് തന്നെ ഇതേക്കുറിച്ച് പരാമർശിക്കാം. മറ്റുള്ളവരോട് നിങ്ങൾ പരാമർശിക്കാതിരിക്കുവാൻ ഈ കാര്യം ശ്രദ്ധിക്കുക. അതായത് ഇപ്രകാരം നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുകൂലമായ ഫലങ്ങൾ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. എനിക്ക് ഈ കാര്യം നടന്നത് ഇങ്ങനെ പറയുന്നതിനാലാണ് എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും ആ ഫലം നഷ്ടമാകുന്നതിന് കാരണമായി തീരും. ഈ കാര്യം ഏവരും വിശ്വാസപൂർവം നിത്യവും ചെയ്യുവാൻ ശ്രമിക്കുക. നിത്യവും ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ കടന്നു വരും. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ പറയാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.